സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ള ഒരു പഴം വിളയിച്ചത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പം ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ ഏത്തപ്പഴം നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ഏത്തപ്പഴം ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാൻ പോവുക. ഒരുപാട് വഴറ്റി ബ്രൗൺ കളർ ആവണം എന്നില്ല. ഇനി അങ്ങനെ ഒരു അങ്ങനെ ബ്രൗൺ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഈ സമയത്ത് ഞാൻ ഈ പഴത്തിനകത്തോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പഞ്ചസാര ഇപ്പം മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം പഴം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇങ്ങനെ മൊരിഞ്ഞൊക്കെ ഇരിക്കണമെങ്കിൽ ഇച്ചിരിയും കൂടെ നേരം ഇട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ വഴറ്റുമ്പം ഒരുപാട് ഇങ്ങനെ ഇളക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കണം. കാരണം നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ കുത്തി ഇതാക്കി കഴിഞ്ഞാൽ അത് എല്ലാം ഇങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇളക്കണം കേട്ടോ. അപ്പം ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യൊന്ന് ചൂടായപ്പം ഇതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണേ. അതിന് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണോ അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് നെയ്ക്കകത്തിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി നല്ല ക്രിസ്പി ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു മിനിറ്റ് ഒക്കെ മതിയാവൂ കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ. ഇതിപ്പോൾ അവലൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവരുത്. നിറം ഇതിലെ തേങ്ങയുടെ ആ വാട്ടർ കണ്ടന്റ് ഒക്കെ ഒന്ന് പോയാൽ മാത്രം മതി. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് എള്ളാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എള്ള് ഇല്ലെങ്കിൽ ചേർക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എള്ളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നെയ്ക്കകത്ത് വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പം മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരുപാട് ഇങ്ങനെ ഉടച്ച് കളയാതെ ഒന്ന് പതുക്കെ സൂക്ഷിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ഒരു 4 മണിക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. പഴം വെറുതെ പുഴുങ്ങി കൊടുക്കുന്നതിന് പകരം നമ്മൾ ശകലം നെയ്യൊക്കെ ഇട്ട് ഒന്ന് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇത് മിക്കവർക്കും തന്നെ അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്